മതം, ദൈവം എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഈ പറയുന്ന സംഗതി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസാക്ഷിയോട് മാത്രം കണക്കേൽപ്പിച്ചാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. നമുക്ക് വേണ്ട സമാധാനമാണ്, അത് നമുക്ക് കിട്ടും. ഞാൻ വളരെ റൈറ്റ് ആയിട്ട് എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ, മറ്റൊരാളെ അഫക്റ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അകത്ത് അലോഡ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ആർജവം ആ ഒരു പ്രായത്തിൽ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ എനിക്കൊരു ശരി, റീനൊരു ശരി, അവർക്കൊരു ശരി, അവർക്കൊരു ശരി, 10 ശരികളുള്ളിടത്ത് യുദ്ധം തുടങ്ങും. എൻ്റെ ശരിയാണ് ഞാൻ ജീവിക്കുന്നത്. സിനിമയിലെ വില്ലൻ പോലും ജീവിക്കുന്നത് അവൻ്റെ ശരിയാണ്. എല്ലാവരുടെയും ശരിയാണ് സംഭവം. ഈ 10 പേർക്കും ഒരു ശരി ഇല്ലാതാകുന്നു ഇന്ന്. അതുണ്ടാക്കാൻ പോകുന്ന അപകടം വളരെ വലുതാണ്. അതായത് റിലേറ്റീവിസം വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ആപേക്ഷികവാദം ശരികളാണ്. ഇന്നിപ്പം നമ്മൾ കാണുന്ന വാർത്തകൾ, അതിനകത്ത് നമുക്ക് സങ്കടകരമായ ഒരു കാലത്തിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. വളരെ യങ് ഓഫ് ഏജിൽ കുഞ്ഞുങ്ങൾ ക്രൈമിലേക്ക് എത്തുന്നു. ശ്രദ്ധിച്ചൊരു കാഴ്ച കണ്ടായിരുന്നോ? ഇവരുടെയൊക്കെ അതിന് ശേഷം വന്ന വീഡിയോസിൽ അവരുടെ ആരുടെയെങ്കിലും മുഖത്തൊരു റിഗ്രറ്റ് നമ്മൾ കണ്ടോ? ഇല്ല, അവരവരുടെ ശരികളാണ് ചെയ്തത്.